എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫഹുവ ജായിസുൽ ലന, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജായിസാണ്, വശറഉ മുസ്തമിറുൽ ലിൽ മുസ്ലിമീന ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. എന്ത്? കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോക്കൂ, ഫർദ് നിസ്കാരത്തിൽ ഇമാമായിരിക്കുമ്പോൾ ചുമലിൽ വെക്കലൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജായിസാണ്. എങ്ങനുണ്ട് പേരോട് സഖാഫി? ഹനഫി മദ്ഹബില് പണ്ട് തന്നെ ഇബ്നുൽ നജീം അവിടുത്തെ അശ്മാ നവാരു പറയുന്നത് കാണാം, ഒമിൻഹ കുറെ ഹറാമായ പള്ളിയുടെ അഹ്കാമുകൾ, മസാജിദ് പള്ളിയുടെ അഹ്കാമുകൾ എന്ന അധ്യായത്തിൽ അദ്ദേഹം പറയാം, മസ്ജിദിന്റെ അഹ്കാമുകൾ പറയാം. അതിന് ഒമിൻഹ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒമിൻഹ ആ അഹ്കാമുകളെ പറ്റാണ് ഹുർമത്തു ഇദ്ഖാലി സിബിയാനി വൽ മജാനീന ഹൈസ് വലബ തൻജീസുഹും വഇല്ലാ ഫൈക്കറും, കുട്ടികളെയും പ്രാന്തന്മാരൊക്കെ പള്ളിയിലേക്ക് കടത്തിവിടുക. അപ്പോ ഹൈസ് വലബ തൻജീസും, ആ കുട്ടികളെ പള്ളി മലിനമാവും എന്ന് കാണുന്നിടത്ത്. വൈല അങ്ങനെ എന്തില്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് അതിന് അത്യാവശ്യം വകതിരിവൊക്കെ ആയിട്ടുള്ള കുട്ടികളാണ്, നജസ്സൊന്നാകാൻ സാധ്യത. എന്നാൽ ഇല്ല, അങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ നജസ്സൊന്നും ആകൂലെന്ന് കണ്ടാ ഫൈക്റഹു കറാഹത്ത. മുമയ്യിസായ കുട്ടികളെ കൊണ്ടുവരട്ടെ, അത് വേറെ. മുമയ്യിസായ കുട്ടികളെ അല്ലാത്ത കുട്ടികളെ നജസ്സൊന്നും ആകൂല അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ അതിനൊരു സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് വെക്കുക അല്ലേ. എന്നാൽ കറാഹത്ത് ഇവന്റെ ഹനഫി മദ്ഹബിലും 4 മദ്ഹബിന്റെ അയിമത്തുമാരുടെ കിതാബിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങളോട് ചോദ്യമുണ്ട്. അങ്ങനെ ധാരാളം കിതാബുകൾ കാണാം. കണ്ടോ, മുദവ്വനിൽ കാണാം, മാലിക്കുൻ, ഇമാം മാലിക് തങ്ങളോട് ചോദിക്കപ്പെട്ടു, അനസ്ബിയാനി യുതാബിഹിം ഇലൽ മസാജിദ്, പള്ളിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് മൂപ്പര് പറഞ്ഞു, കാനലായ ചെറിയ കുട്ടിയായ കാരണം ആ കുട്ടി കളിക്കൂലെങ്കിൽ എങ്ങനെ കളിക്കാൻ തന്നെ എങ്ങനെ കളിയുണ്ടാകുക? ചെറിയ കുട്ടിയാണ്, അമ്മ അത്ര ചെറിയ കുട്ടിയല്ല എന്നർത്ഥം. അപ്പൊ കളിയൊന്നുമില്ലാത്ത കളിക്കാത്ത കുട്ടിയാണെങ്കിൽ അല്ല ഒയുക്കഫു, ഇനി കുട്ടി കളിക്കുകയാണെങ്കിൽ തന്നെ ഒയുക്കഫു ഇതാ റുഹിയ, കളിക്കരുത്തിട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടി നിർത്തും. അങ്ങനെയാണെങ്കിലും അപ്പൊ വകതിരിവുണ്ട് കുട്ടിക്ക്, കുട്ടി പറഞ്ഞാൽ കേൾക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഫലാറാം യാദാബസൻ, ഞാനിതിൽ കുഴപ്പമൊന്നും കാണുന്നില്ല, എന്നാ കുഴപ്പമില്ല. അപ്പൊ വകതിരിവുണ്ടെങ്കിൽ കുട്ടി ഒന്നിക്ക് കളിയൊന്നുമില്ല, അല്ലെങ്കിൽ കുട്ടി കളിക്കാൻ ചിലപ്പോൾ കുട്ടികൾ ഇത്ര ഇതുള്ള കുട്ടികളെ കളിക്കും. കുട്ടികളോട് പറഞ്ഞു, പള്ളിയിൽ ആ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പള്ളിയിലാണ് കളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കുട്ടി കേൾക്കും. അങ്ങനെയാണെങ്കിൽ അതിൽ തകരാറില്ല. അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ വരാം, അതിന് ഞാൻ തകരാറൊന്നും കാണില്ല. എന്നിട്ട് മൂപ്പര് പറയാം, ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ തുറന്നു പറയാം, മസ്ജിദ്, പള്ളിയിൽ കളിക്കും ചെറിയ കുട്ടി, അത്രയും ചെറിയ കുട്ടിയാണ്, കുട്ടി ചെറിയ കുട്ടി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അങ്ങനത്തെ കുട്ടിയാണ്. എന്നാൽ പല ആറായുത്താബിഹിൽ മസ്ജിദ് ഓനെ പള്ളിയിൽ കൊണ്ടാണ്, അത് ഞാൻ യോജിക്കുന്നില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞില്ല, ആ അഭിപ്രായം എനിക്കില്ല, പള്ളിയിൽ കൊണ്ടുണ്ടാന്നർത്ഥം. ഇമാം മാലിക് തങ്ങളാ പറയണേ. ചെങ്ങായിമാരെ, ഇമാം മാലിക് തങ്ങൾ, ഇമാം നബി തങ്ങൾ, ഇമാം അഹമ്മദ്, ഇങ്ങനെയുള്ള പോലുള്ള ആളുകളൊക്കെ എന്തിനേറെ എന്താണ് നിങ്ങൾ ഈ 2 പേരും വല്ലാതെ പുകഴ്ത്തുന്ന വലിയ നാഹിൽ പുകഴ്ത്തി പറയുന്ന ഇബ്നു തൈമിയ്യ എന്താ പറഞ്ഞു? ഇബ്നു തൈമിയ്യ എന്ത് പറഞ്ഞു? അത് നോക്കിയടോ നിങ്ങൾ രണ്ടാളും. ഈ ഞാൻ വലിയ ലോക പണ്ഡിതനാണെന്ന് അഹങ്കരിച്ച് നടക്കുന്ന ഒരു അഹങ്കാരി ഉണ്ടല്ലോ, ഓനാണ് ഇത് പോസ്റ്റ് ചെയ്യുന്ന ആൾ. ആര്? നസീർ അസേരി എന്ന് പറയുന്ന. നിങ്ങൾ അതൊന്നും നോക്കി, നിങ്ങൾ ഇബ്നു തൈമിയ്യാണല്ലോ നിങ്ങളെ ഏറ്റവും വലിയ നബിതങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇബ്നു തൈമിയ്യ, നബിതങ്ങളെക്കാളും വലിയ ആളാക്കി വെച്ചുകൊണ്ടോ സംശയം. അത്രയ്ക്ക് ഇബ്നു തൈമിയ്യനെ പുകഴ്ത്തുന്ന 2 ആളുകളാണ് ഇവർ. ഇബ്നു തൈമിയ്യ ഫതാവയിൽ പറഞ്ഞത് പറ്റൂലാന്ന് ഇല്ലേ? ഇബ്നു തൈമിയ്യ തന്റെ ഫതാവയിൽ പറയുന്ന നോക്കുക, യുസാനുൽ മസ്ജിദ് അമ്മാ യുദീഹി വയുദിൽ മുസല്ലീന ഫീഹി മിൻ റഫഇ സിബിയാൻ അസ്വാതഹും ഫീഹി, പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുട്ടികളുടെ ശബ്ദം ഉയർത്തുന്ന കുട്ടികളെ കണ്ടോ, റഫീ സിബിയാനി അസ്വാതഹും ഫീഹി, കുട്ടികൾ ശബ്ദം ഉയർത്തുന്നതിനെ സംരക്ഷിക്കപ്പെടണം, അതിനെ തൊട്ട് പള്ളിയെ കാക്കപ്പെടണം. വകദാലിക തൗസീഖുഹും ലിഹുസ്രിഹി, കണ്ടോ ആ പള്ളിയുടെ പായ വെടക്കാക്കുന്ന നജസാക്കുന്നത് അഴുക്കാക്കുന്നതൊക്കെ എന്ത് ചെയ്യണം? തടയപ്പെടണം. അതിനെ തൊട്ട് പള്ളിയെ കാക്കപ്പെടണം, പള്ളിയെ കാക്കണം. പള്ളിയെ കാക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ? പള്ളിയിൽ കുട്ടികൾ ശബ്ദം ഉയർത്തുന്നതും പള്ളിയെയും നിസ്കരിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും, ഇതിനെ തൊട്ടൊക്കെ പള്ളിയെ കാക്കണം.
പള്ളിയെ അതിനെ തൊട്ടൊക്കെ കാക്കാന്ന് പറഞ്ഞാൽ അത്തരം ആളുകളെ പള്ളിയൊക്കെ കടത്തരുത് തന്നെയല്ലേ മാന. വകദാലിക തൗസീഹും ലിഹുസ്രിഹി വനഹു ദാലിക, പായ പോലോത്തിനെ മലിനമാക്കുന്നതിനെ തൊട്ടൊക്കെ പള്ളിയെ കാക്കണം. അതിന് പാടില്ല. അതിനെ തൊട്ട് കാക്കണം എന്ന് പറഞ്ഞാൽ അത്തരം കുട്ടികളെ പള്ളിയിൽ കടത്താൻ പാടില്ല എന്നല്ലേ നിയമാന. ലാ സിയമാ ഇൻ കാന വഖ്ത സ്വലാ ഫഇന്ന ദാലിക മിൻ അളീമിൽ മുൻകറാത്ത്. പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ സമയത്ത്, പ്രത്യേകിച്ച് നിസ്കരിക്കുന്ന സമയത്ത്, നിസ്കാര സമയങ്ങളിൽ കുട്ടികള് പള്ളിയിൽ ശബ്ദമുണ്ടാക്കുന്നതും അതുപോലെ പള്ളിയെ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതും തൊട്ടൊക്കെ പള്ളിയെ കാക്കണം എന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്തൊക്കെ കുട്ടികളെ കൊടുത്തിട്ട് ബഹളം ഉണ്ടാക്കാൻ പാടില്ല, തടയണം തന്നെയല്ലേ. പിന്നെന്താ അതിന്റെ മാന? കുട്ടികളെ ഒച്ചയും വിളി ഉണ്ടാക്കുന്ന ചെറിയ കുട്ടികളൊക്കെ ഇപ്പൊ കരയുന്നു, കുട്ടികളൊക്കെ എന്താ ഉണ്ടല്ലോ കരയും, ചിലപ്പോൾ കുട്ടികൾ കരഞ്ഞത് കുട്ടിയുടെ തിരികിൽ വായിൽ പോലെ ടിഷ്യൂ എടുത്ത് തിരുകണം എന്നാണോ? അതിനെ തൊട്ട് പള്ളിയെ കാക്കണം എന്ന് പറഞ്ഞാൽ പള്ളികളിലേക്ക് കുട്ടികളെ അങ്ങനെ കൊണ്ടുവരരുത് എന്ന് തന്നെയാണ്. അല്ലാതെ എങ്ങനെയാണ് കാക്കല്? ഒരു ചെറിയ കുട്ടിയെ കൊടുന്നു, ആ കുട്ടി കരയുന്നത് എങ്ങനെ കാക്കല്? കുട്ടിയുടെ ഉപ്പ നിസ്കരിക്കാൻ നിന്നു, ഉമ്മ നിസ്കരിക്കാൻ നിന്നു, ഒരു കുട്ടി വാവിട്ട് കരഞ്ഞാൽ അങ്ങനെ നിസ്കാര സമയത്ത് വലിയ ബഹളം വെക്കുന്നത് അളീമുൽ മുൻകറാത്താണ്, വലിയ കുറ്റമാണ് എന്നാണ് ആര് പറയുന്നത്? ഇബ്നു തൈമിയ്യ പറയും. അത്തരം വൻ കുറ്റങ്ങൾ തടയണം എന്ന് ഇവന് ആര് പറയണു? സംരക്ഷിക്കപ്പെടേണ്ടത്, പള്ളിയെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനെ തൊട്ട് എന്നാണ് ഇബ്നു തൈമിയ്യ പറയുന്നത്. പള്ളിയിൽ തടയണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ആരെങ്കിലും ചോദിക്കും. പിന്നെ ഈ പറഞ്ഞത് എങ്ങനെയാണ് അതൊന്നും പറഞ്ഞൊന്നും തിരക്കടില്ല. എങ്ങനെ പള്ളിനെ ഇതിനെ തൊട്ടൊക്കെ കാക്കപ്പെടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു കുട്ടി ബഹളം വെക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കുട്ടി വികൃതി കാണിക്കുക, തമീസില്ലാത്ത കുട്ടി, ആ കുട്ടീനെ എങ്ങനെ തടയല്? കയ്യും കാലും കെട്ടിയില്ലേ? അതല്ല കുട്ടിയുടെ കരയുന്ന കുട്ടി, അല്ല ബഹളം വെക്കുന്ന ചെറിയ കുട്ടിയാണെങ്കിൽ, തമീസില്ലാത്ത കുട്ടീനെ നമ്മൾ പറയുന്നത്, ആ കുട്ടീനെ പിന്നെ വായ മൂടിക്കെട്ട്, എങ്ങനെയാണ് അത് ചെയ്യല്? അതിന് മായന ആ പറഞ്ഞതിന്റെ സാധനം എന്താ? പള്ളി അതിൽ തൊട്ടൊക്കെ സംരക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ അത്തരം കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുവരരുത് എന്ന് തന്നെയല്ലേ? ഇത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പറയുന്നത്.